നമസ്കാരം. ഡാർക്ക് ലൂപ്പിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് പ്രണയവും വഞ്ചനയും പകയും കൂടിക്കുഴിഞ്ഞ ലോകത്തെ തന്നെ ഞെട്ടിച്ച ഒരു അമേരിക്കൻ ക്രൈം സ്റ്റോറിയാണ്. ഇത് വെറുമൊരു കൊലപാതക കഥയല്ല. ഡിജിറ്റൽ യുഗത്തിൽ ഒരാൾക്ക് എത്രത്തോളം മറ്റൊരാളുടെ ജീവിതം നരകതുല്യമാക്കാമെന്നതിന്റെ ഭയപ്പെടുത്തുന്ന ഉദാഹരണമാണ് ഈ കേസ്. 2012 ഒമഹയിൽ തുടങ്ങിയ ഒരു സാധാരണ പ്രണയം 3 വർഷങ്ങൾക്ക് ശേഷം അവസാനിച്ചത് ചോര മരവിപ്പിക്കുന്ന ഒരു സത്യത്തിലായിരുന്നു. ആരായിരുന്നു കാരി ഫാർവർ? ഇവിടെയാണ് അവൾ അപ്രത്യക്ഷയായത്. ഡേവ് ക്രൂപ്പ എന്ന യുവാവിന് വർഷങ്ങളോളം വേട്ടയാടിയ ആ അദൃശ്യരൂപം ആരായിരുന്നു? നമുക്ക് അന്വേഷിക്കാം. കഥ തുടങ്ങുന്നത് 2012 തുടക്കത്തിലാണ്. അമേരിക്കയിലെ നെബ്രാസ്ക സ്റ്റേറ്റിലുള്ള ഒമഹ സിറ്റി. അവിടെയാണ് നമ്മുടെ കഥാനായകനായ ഡേവ് ക്രൂപ്പ എന്ന 34-കാരൻ ജീവിച്ചിരുന്നത്. ജീവിതത്തിൽ പലതും നഷ്ടപ്പെട്ട, എന്നാൽ പുതിയൊരു തുടക്കം ആഗ്രഹിച്ച വ്യക്തിയായിരുന്നു ഡേവ്. ദീർഘകാലത്തെ ദാമ്പത്യത്തിനു ശേഷം ഭാര്യ എമി ഫ്ലോറിയോയുമായി അയാൾ വേർപിരിഞ്ഞിരുന്നു. ആ ബന്ധത്തിൽ അവർക്ക് 2 കുട്ടികളുണ്ടായിരുന്നു. ഡിവോഴ്സിന് ശേഷം കുട്ടികളുടെ കസ്റ്റഡി എമിക്കാണ് ലഭിച്ചത്. ഏകാന്തതയും നിരാശയും നിറഞ്ഞ പഴയ ജീവിതം ഉപേക്ഷിച്ച് പുതിയൊരു ജോലിയും സാഹചര്യവുമായി ഒമഹയിലെത്തിയതായിരുന്നു ഡേവ്. അവിടെയുള്ളൊരു ഓട്ടോമൊബൈൽ റിപ്പയർ ഷോപ്പിലെ മാനേജറായി അയാൾക്ക് ജോലി ലഭിച്ചു. ഒമഹയിലെ ഒരു അപ്പാർട്ട്മെന്റിൽ അയാൾ ഒറ്റയ്ക്ക് താമസം തുടങ്ങി. തന്റെ ഏകാന്തത മാറ്റാനും പുതിയൊരു കൂട്ട് കണ്ടെത്താനുമായി ഡേവ് ഓൺലൈൻ ഡേറ്റിംഗ് ആപ്പുകളെ ആശ്രയിക്കാൻ തുടങ്ങി. പ്ലെന്റി ഓഫ് ഫിഷ് എന്ന ഡേറ്റിംഗ് സൈറ്റിലൂടെയാണ് അയാൾ ഷനാലിസ് ഗോളിയോർ, ഷന എന്ന യുവതിയെ പരിചയപ്പെടുന്നത്. പ്രസരിപ്പുള്ള, സംസാരിക്കാൻ ഇഷ്ടമുള്ള ഷനയുമായി ഡേവ് പെട്ടെന്നടുത്തു. എന്നാൽ ഡേവ് തുടക്കത്തിൽ തന്നെ ഒരു കാര്യം വ്യക്തമാക്കിയിരുന്നു: എനിക്കിപ്പോൾ ഒരു സീരിയസ് റിലേഷൻഷിപ്പിന് താൽപ്പര്യമില്ല. കമ്മിറ്റ്മെന്റുകളില്ലാത്ത സ്വതന്ത്രമായ ഒരു ബന്ധമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഷന അതിന് പൂർണ്ണ സമ്മതം മൂളി. അങ്ങനെ അവർ തമ്മിൽ നല്ലൊരു സൗഹൃദവും ഡേറ്റിംഗും ആരംഭിച്ചു. എന്നാൽ വിധിയുടെ തിരക്കഥയിൽ ഷന വെറുമൊരു കാമുകി മാത്രമായിരുന്നില്ല എന്ന് ഡേവ് അറിഞ്ഞിരുന്നില്ല. ദിവസങ്ങൾ കടന്നുപോയി. 2012 ഒക്ടോബർ മാസം. ഡേവ് ജോലി ചെയ്തിരുന്ന ഓട്ടോ റിപ്പയർ ഷോപ്പിലേക്ക് ഒരു ഫോർഡ് എക്സ്പ്ലോറർ വാഹനം സർവീസിനായി വന്നു. ആ കാറിൽ നിന്നിറങ്ങിയത് 37-കാരിയായ കാരി ഫാർവർ ആയിരുന്നു. ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമറായി ജോലി ചെയ്തിരുന്ന കാരി 14 വയസ്സുള്ള മകനോടൊപ്പം താമസിക്കുന്ന ഒരു സിംഗിൾ മദറായിരുന്നു. ബുദ്ധിമതിയും സുന്ദരിയുമായ കാരിയെ കണ്ട നിമിഷം തന്നെ ഡേവിന്റെ മനസ്സിൽ ഒരു സ്പാർക്കുണ്ടായി. അന്ന് വൈകുന്നേരം തന്നെ ഡേവ് ഡേറ്റിംഗ് ആപ്പിൽ കാരിയുടെ പ്രൊഫൈൽ തിരഞ്ഞു. ഭാഗ്യവശാൽ അയാളത് കണ്ടെത്തി. ഒട്ടും വൈകാതെ അയാൾ അവൾക്കൊരു മെസ്സേജ് അയച്ചു. കാരിയും അതേ താൽപ്പര്യത്തോടെ മറുപടി നൽകി. ഓൺലൈൻ ചാറ്റുകൾ പെട്ടെന്ന് തന്നെ നേരിട്ടുള്ള കൂടിക്കാഴ്ചകളിലേക്ക് വഴിമാറി. കാരി ഇടയ്ക്കിടെ ചെറിയ റിപ്പയറുകൾക്കായി ഷോപ്പിലെത്താൻ തുടങ്ങി. ഒടുവിൽ ഒക്ടോബർ 29-ന് അവർ ആദ്യമായി പുറത്തുപോയി ഡിന്നർ കഴിച്ചു. ആപ്പിൾ ബീസ് റെസ്റ്റോറന്റിൽ വെച്ചുള്ള ആ ഡിന്നർ അവരുടെ ജീവിതത്തിലെ മനോഹരമായ നിമിഷമായിരുന്നു. ഡേവിനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് തന്റെ ഇഷ്ടങ്ങളും താൽപ്പര്യങ്ങളും കാരിയുടേതുമായി അവിശ്വസനീയമാം വിധം സാമ്യമുള്ളതായി അയാൾക്ക് തോന്നി. ഷനയോട് തോന്നാത്തൊരാത്മബന്ധം ഡേവിന് കാരിയോട് തോന്നി. അവളുമായി ഒരു സീരിയസ് ലൈഫ് തുടങ്ങാൻ ഡേവ് ആഗ്രഹിച്ചു. എന്നാൽ കാരിക്ക് മറ്റൊരു വശം കൂടിയുണ്ടായിരുന്നു. അവൾ ബൈപോളാർ ഡിസോർഡർ എന്ന രോഗാവസ്ഥയിലൂടെ കടന്നുപോകുന്ന വ്യക്തിയായിരുന്നു. വിഷാദവും ഉന്മാദവും മാറി മാറി വരുന്ന അവസ്ഥ. കോളേജ് കാലത്തുണ്ടായ മാനസിക സമ്മർദ്ദങ്ങളും ഗർഭധാരണവുമെല്ലാം അവളെ ബാധിച്ചിരുന്നു. എങ്കിലും കൃത്യമായ മരുന്നുകളിലൂടെയും ചികിത്സയിലൂടെയും അവൾ ആ രോഗത്തെ വരുതിയിലാക്കിയിരുന്നു. മകനുവേണ്ടി ജീവിക്കുന്ന ഉത്തരവാദിത്വമുള്ള ഒരമ്മയായിരുന്നു അവൾ. നവംബർ 12, 2012. കാരിയും ഡേവും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമായി. അന്നു വൈകുന്നേരം കാരി ഡേവിന്റെ അപ്പാർട്ട്മെന്റിലെത്തി. അടുത്ത 2 ദിവസത്തേക്ക് ജോലിസ്ഥലത്തേക്ക് സൗകര്യാർത്ഥം അവിടെ നിൽക്കാമെന്നായിരുന്നു പ്ലാൻ. ആ രാത്രി ഡേവ് ഒരു സുപ്രധാന തീരുമാനമെടുത്തു: കാരിയെ ഔദ്യോഗികമായി പ്രപ്പോസ് ചെയ്യുക. അവളുമൊത്തു ജീവിക്കാൻ അയാൾ ആഗ്രഹിച്ചു. പക്ഷേ ആ അപ്പാർട്ട്മെന്റിൽ അന്ന് മറ്റൊരു സംഭവം കൂടി നടന്നു. ഡേവ് അപ്പാർട്ട്മെന്റിൽ ഇല്ലാത്ത സമയത്ത് സാധനങ്ങൾ എടുക്കാനായി ഷനാലിസ് അവിടെ എത്തിയിരുന്നു. അവിടെ വെച്ച് ഷെനയും കാരിയും തമ്മിൽ കണ്ടുമുട്ടി. അധികം സംസാരിച്ചില്ലെങ്കിലും ആ കണ്ടുമുട്ടൽ ഷെനയുടെ ഉള്ളിൽ അസൂയയുടെ കനൽ കോരിയിട്ടു. ഡേവിന്റെ ജീവിതത്തിൽ തനിക്ക് ലഭിക്കേണ്ട സ്ഥാനം കാരി തട്ടിയെടുത്തതായി ഷെന വിശ്വസിച്ചു. നവംബർ 13, 2012. നേരം പുലർന്നു. ഡേവ് എഴുന്നേൽക്കുമ്പോൾ കാരി ലാപ്ടോപ്പിൽ ജോലി ചെയ്യുകയായിരുന്നു. ഓഫീസ് ടൈമിന് മുൻപ് ജോലികൾ തീർത്ത് അവൾ ഡേവിനടുത്തേക്ക് വന്നു. അവനെ ചുംബിച്ച് വൈകുന്നേരം കാണാം എന്ന് പറഞ്ഞ്
വളരെ സന്തോഷത്തോടെ അവൾ ഇറങ്ങിപ്പോയി. ഇതായിരുന്നു കാരി ഫാർവറിനെ അവസാനമായി ആരെങ്കിലും ജീവനോടെ കണ്ട നിമിഷം. വൈകുന്നേരം ഡേവ് ജോലിക്കിടയിൽ കാരിയുടെ വരവും കാത്തിരിക്കുകയായിരുന്നു. എന്നാൽ ഉച്ചകഴിഞ്ഞ് ഡേവിന്റെ ഫോണിലേക്ക് വിചിത്രമായ ഒരു മെസ്സേജ് വന്നു. "ഞാൻ നിന്നെ വെറുക്കുന്നു. ഇനി നമ്മൾ തമ്മിൽ ഒരു ബന്ധവുമില്ല. ഞാൻ പോകുന്നു." ഡേവ് ഞെട്ടിപ്പോയി. രാവിലെ സ്നേഹത്തോടെ യാത്ര പറഞ്ഞ കാരിക്ക് എന്തുപറ്റി? തുടർന്നു വന്ന മെസ്സേജുകൾ കൂടുതൽ ക്രൂരമായിരുന്നു. "നിന്നെപ്പോലെ മോശം ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് മറ്റൊരാളുടെ കൂടെ ജീവിക്കാനാണ് ഇഷ്ടം" എന്നിങ്ങനെയായിരുന്നു സന്ദേശങ്ങൾ. കാരിയുടെ ബൈപോളർ അവസ്ഥയെക്കുറിച്ച് അറിയാമായിരുന്ന ഡേവ് കരുതിയത് ഇത് അവളുടെ രോഗത്തിന്റെ ഭാഗമായുള്ള മൂഡ് സ്വിങ്സ് ആണെന്നാണ്. തർക്കിക്കാൻ നിൽക്കാതെ "ശരി, ഗുഡ് ബൈ" എന്നു പറഞ്ഞ് ഡേവ് പിൻവാങ്ങി. കാരി പോയെങ്കിലും അവളുടെ ഫോണിൽ നിന്നുള്ള മെസ്സേജുകൾ നിലച്ചില്ല. ദിവസങ്ങൾ കടന്നുപോയി. മെസ്സേജുകളുടെ എണ്ണം കൂടി. ഒരു ദിവസം 60-ലധികം മെസ്സേജുകൾ. എല്ലാം വെറുപ്പും വിദ്വേഷവും നിറഞ്ഞത്. അതേസമയം കാരിയെ കാണാനില്ലെന്ന് കാണിച്ച് അവളുടെ അമ്മ നാൻസി പോലീസിൽ പരാതി നൽകി. നവംബർ 13-ന് ശേഷം കാരി ഓഫീസിലെത്തിയിരുന്നില്ല. ഓഫീസ് അധികൃതർക്ക് കാരിയുടെ ഇമെയിൽ വന്നിരുന്നു. "ഞാൻ ജോലി രാജിവെക്കുന്നു. കാൻസാസിൽ പുതിയ ജോലി കിട്ടി." അമ്മ നാൻസിക്കും സമാനമായ മെസ്സേജ് ലഭിച്ചു. "എന്റെ മാനസികാവസ്ഥ ശരിയല്ല. ഞാൻ ചികിത്സയ്ക്കായി മാറി നിൽക്കുകയാണ്. എന്നെ അന്വേഷിക്കരുത്." പോലീസ് ഡേവിനെ ചോദ്യം ചെയ്തു. ഡേവ് തനിക്ക് ലഭിച്ച മെസ്സേജുകൾ കാണിച്ചുകൊടുത്തു. കാരിയുടെ ബൈപോളാർ ഹിസ്റ്ററി കൂടി അറിഞ്ഞതോടെ അവൾ സ്വയം മാറി നിൽക്കുന്നതാകാമെന്ന് പോലീസ് നിഗമനത്തിലെത്തി. കേസ് അവിടെ തണുത്തു. പക്ഷെ ഡേവിന്റെ ജീവിതം നരകമായി മാറുകയായിരുന്നു. മെസ്സേജുകൾ ഭീഷണികളായി മാറി. ഡേവ് ബ്ലോക്ക് ചെയ്താലും പുതിയ നമ്പറുകളിൽ നിന്നും ഫേക്ക് ഇമെയിലുകളിൽ നിന്നും സന്ദേശങ്ങൾ വന്നുകൊണ്ടേയിരുന്നു. ഡേവിന്റെ ഫേസ്ബുക്ക് സുഹൃത്തുക്കൾക്കും കാരിയുടെ പേരിൽ അശ്ലീല സന്ദേശങ്ങൾ പോയി. ഈ സമയത്താണ് ഡേവ് വീണ്ടും ഷനയുമായി അടുക്കുന്നത്. തന്റെ വിഷമങ്ങൾ അയാൾ ഷനയുമായി പങ്കുവച്ചു. എന്നാൽ അത്ഭുതകരമെന്ന് പറയട്ടെ, ഷനയ്ക്കും കാരിയുടെ പേരിൽ ഭീഷണി സന്ദേശങ്ങൾ വരാൻ തുടങ്ങി. "ഡേവിനെ വിട്ടുപോകണം. നിന്നെ ഞാൻ കൊല്ലും" എന്നിങ്ങനെയായിരുന്നു ഷനയ്ക്ക് ലഭിച്ച മെസ്സേജുകൾ. ഇരുവരും ഒരേ ശത്രുവിനെ നേരിടുന്നവരായതോടെ ഡേവും ഷനയും കൂടുതൽ അടുത്തു. കാരി ഇവരെ നിരീക്ഷിക്കുന്നുണ്ടെന്ന് തെളിയിക്കുന്ന ഫോട്ടോകൾ, ഡേവിന്റെ വീടിന് പുറത്തു നിൽക്കുന്നവ അവർക്ക് ലഭിച്ചു. അക്രമം ഡിജിറ്റൽ ലോകത്തു നിന്നും ഭൗതിക ലോകത്തേക്ക് കടന്നു. ഒരു ദിവസം ഡേവ് ജോലി കഴിഞ്ഞു വരുമ്പോൾ വീടിന്റെ ജനലുകൾ തകർക്കപ്പെട്ടിരിക്കുന്നു. വീടിനകത്ത് കയറി ഫർണിച്ചറുകൾ നശിപ്പിച്ചു. ഭിത്തിയിൽ ലിപ്സ്റ്റിക് കൊണ്ട് ഭീഷണി സന്ദേശങ്ങൾ എഴുതിയിരുന്നു. ഡേവിന്റെയും ഷനയുടെയും കാറുകൾ പലതവണ സ്ക്രാച്ച് ചെയ്തു. സ്പ്രേ പെയിന്റ് കൊണ്ട് മോശം വാക്കുകൾ എഴുതി. കാര്യങ്ങൾ കൈവിട്ടുപോയി. ഷനയുടെ വീടിന് ആരോ തീയിട്ടു. ഷനയും കുട്ടികളും വളർത്തുമൃഗങ്ങളും അകത്തുള്ളപ്പോഴായിരുന്നു സംഭവം. തലനാരിഴയ്ക്കാണ് അവർ രക്ഷപ്പെട്ടത്. വളർത്തുമൃഗങ്ങൾ ചത്തുപോയി. ഇത് കാരിയുടെ പണിയാണെന്ന് അവർ ഉറപ്പിച്ചു. പോലീസ് അന്വേഷണം നടക്കുന്നുണ്ടെങ്കിലും പ്രതിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. കാരി ഒരു പ്രേതത്തെപ്പോലെ ഒളിഞ്ഞിരുന്ന് ആക്രമിക്കുകയാണെന്ന് എല്ലാവരും വിശ്വസിച്ചു. വർഷങ്ങൾ 3 കഴിഞ്ഞു. 2015 ഡേവ് ആ നഗരം വിട്ട് മറ്റൊരിടത്തേക്ക് മാറി. പുതിയ ജോലി, പുതിയ ജീവിതം. പക്ഷേ കാരി അവനെ വിട്ടില്ല. പുതിയ കാമുകിയുമായി ഡേവ് അടുക്കുമ്പോൾ അവരുടെ കിടപ്പുമുറിയിലേക്ക് വെടിയുണ്ടകൾ പാഞ്ഞുവന്നു. ജനൽ ചില്ലുകൾ തകർത്തകത്ത് കയറിയ വെടിയുണ്ടകൾ ഡേവിന് വീണ്ടും ഭയത്തിന്റെ മുൾമുനയിൽ നിർത്തി. ഈ സമയത്താണ് മെസ്സേജുകളിൽ ഒരു മാറ്റം വന്നത്. അതുവരെ കാരി എന്ന പേരിൽ വന്ന മെസ്സേജുകൾ ഇപ്പോൾ എമി ഫ്ലോറ എന്ന പേരിൽ വരാൻ തുടങ്ങി. എമി ഫ്ലോറയാണ് ഇത്രയും കാലം കാരിയുടെ പേരിൽ വേട്ടയാടിയതെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടന്നു. 2015 ഡിസംബർ ഷന പോലീസിനെ വിളിക്കുന്നു. "എന്നെ എമി ഫ്ലോറ വെടിവെച്ചു" എന്നായിരുന്നു പരാതി. പോലീസ് എത്തുമ്പോൾ ഷനയുടെ കാലിൽ വെടിയേറ്റിട്ടുണ്ട്. എമി ഫ്ലോറയെ പോലീസ് ചോദ്യം ചെയ്തു. പക്ഷേ നിരപരാധിയായ എമി അത് നിഷേധിച്ചു. ഇവിടെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥരായ റയാൻ അവേസും ജിം ഡോട്ടിയും സംശയം പ്രകടിപ്പിച്ചത്. 3 വർഷമായി കാണാതായ കാരി ബാങ്ക് അക്കൗണ്ടുകൾ ഉപയോഗിച്ചിട്ടില്ല. നേരിട്ട് ആരെയും വിളിച്ചിട്ടില്ല. ഇതൊരു തിരോധാനമല്ല, കൊലപാതകമാണെന്ന് അവർ സംശയിച്ചു. അവർ ഡിജിറ്റൽ ഫോറൻസിക് വിദഗ്ധനായ ആന്റണി കാവയുടെ സഹായം തേടി. കഴിഞ്ഞ 3 വർഷമായി കാരിയുടെ പേരിലും പിന്നീട് എമിയുടെ പേരിലും വന്ന ആയിരക്കണക്കിന് മെസ്സേജുകളും ഇമെയിലുകളും അയച്ചിരിക്കുന്നത് ഒരേ IP അഡ്രസ്സിൽ നിന്നാണ്. അത് ഷനാലീസ് ഗോളിയോറിന്റെ വിലാസമായിരുന്നു.
ഡേവിന്റെ അപ്പാർട്ട്മെന്റിൽ ഷന താമസിച്ചിരുന്ന സമയത്ത് മാത്രമാണ് കാരിയുടെ മെസ്സേജുകൾ വന്നിരുന്നത്. ഷന ഓഫ്ലൈൻ ആകുമ്പോൾ കാരിയും നിശബ്ദയാകും. ഷന തന്നെ വെടിവെച്ച് എമിയുടെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിച്ചതാണെന്ന് തെളിഞ്ഞു. കാരി ഫാർവർ 2012 നവംബർ 13 തന്നെ കൊല്ലപ്പെട്ടിരുന്നു. കൊലയാളി മറ്റാരുമല്ല, ഷെനാലെസ് ഗോളിയോർ തന്നെ. പോലീസ് ഷനയെ അറസ്റ്റ് ചെയ്തില്ല. പകരം അവരെക്കൊണ്ട് തന്നെ സത്യം പറയിക്കാൻ ഒരു കെണിയൊരുക്കി. എമിയുടെ പേരിൽ ഷന അയക്കുന്ന മെസ്സേജുകൾക്ക് മറുപടിയായി ഷന തന്നെ ഒരു ഇമെയിൽ അയക്കാൻ പോലീസ് നിർബന്ധിച്ചു. ഇതിലൂടെ എമിയുടെ യഥാർത്ഥത്തിൽ ഷനയുടെ വായിൽ നിന്ന് കൊലപാതക വിവരം പുറത്തുവരുമെന്ന് അവർ കണക്കുകൂട്ടി. അവർ വിചാരിച്ച പോലെ തന്നെ സംഭവിച്ചു. എമി എന്ന വ്യാജേന ഷന അയച്ച ഇമെയിലിൽ കൊലപാതകത്തിന്റെ വിവരങ്ങളുണ്ടായിരുന്നു. ഞാൻ കാരിയെ അവളുടെ കാറിൽ വെച്ച് കുത്തിക്കൊന്നു. മൃതദേഹം കത്തിച്ചുകളഞ്ഞു. തുടർന്ന് നടന്ന പരിശോധനയിൽ പോലീസ് നിർണായക തെളിവുകൾ കണ്ടെടുത്തു. കാരിയുടെ ഫോർഡ് എക്സ്പ്ലോററിലെ സീറ്റിനടിയിൽ നിന്നും പാസഞ്ചർ സൈഡിൽ നിന്നും പഴയ രക്തക്കറകൾ കണ്ടെത്തി. അത് കാരിയുടേതാണെന്ന് DNA ടെസ്റ്റിൽ തെളിഞ്ഞു. ഷനയുടെ ടാബ്ലറ്റിൽ നിന്നും ഒരു പഴയ മെമ്മറി കാർഡ് കണ്ടെടുത്തു. ഡിലീറ്റ് ചെയ്ത ഫയലുകൾ റിക്കവർ ചെയ്തപ്പോൾ കണ്ട കാഴ്ച പോലീസിനെ മരവിപ്പിച്ചു. അത് കാരി ഫാർവറുടെ മൃതദേഹത്തിന്റെ ചിത്രമായിരുന്നു. അഴുകിത്തുടങ്ങിയ ബന്ധിക്കപ്പെട്ട നിലയിലുള്ള മൃതദേഹം. ആ ഫോട്ടോയിൽ ഫോട്ടോ എടുത്തയാളുടെ കാലും കാണാമായിരുന്നു. ആ കാലിലുണ്ടായിരുന്ന ടാറ്റു ഷനയുടേതായിരുന്നു. 2012 നവംബർ 13 രാവിലെ ഡേവിന്റെ അപ്പാർട്ട്മെന്റിൽ നിന്നിറങ്ങിയ കാരിയെ ഷന പിന്തുടർന്നു. കാരിയുടെ കാറിൽ വെച്ച് ഷന അവളെ കുത്തിക്കൊലപ്പെടുത്തി. മൃതദേഹം കാടിനുള്ളിൽ എവിടെയോ ഉപേക്ഷിച്ചു. ഇന്നുവരെ മൃതദേഹം കണ്ടെത്തിയിട്ടില്ല. അതിനുശേഷം ഷന കാരിയുടെ ഫോൺ കൈക്കലാക്കി. അടുത്ത 3 വർഷം ഷന ഒരേ സമയം ഡേവിന്റെ കാമുകിയായും അതേസമയം കാരി എന്ന സ്റ്റോക്കറായും വേഷമിട്ടു. ആഴ്ചയിൽ 50 മണിക്കൂറോളം അവൾ ഈ വ്യാജ മെസ്സേജുകൾ അയക്കാൻ ചിലവഴിച്ചു. സ്വന്തം വീട് കത്തിച്ചതും സ്വയം വെടിവെച്ചതുമെല്ലാം ഡേവിന്റെ സഹതാപം പിടിച്ചുപറ്റാനും കാനി ജീവിച്ചിരിപ്പുണ്ടെന്ന് വരുത്തി തീർക്കാനും വേണ്ടിയായിരുന്നു. ഡേവിനെ മറ്റാർക്കും വിട്ടുകൊടുക്കാതിരിക്കാനുള്ള ഷനയുടെ ഭ്രാന്തമായ സ്നേഹവും അസൂയയുമാണ് ഈ ക്രൂരകൃത്യത്തിന് പിന്നിൽ. 2016 നെബ്രാസ്ക കോടതി ഷനാലീസ് ഗോളിയോറിനെ ഫസ്റ്റ് ഡിഗ്രി മർഡറിന് കുറ്റക്കാരിയായി വിധിച്ചു. പരോളില്ലാത്ത ജീവപര്യന്തം തടവാണ് ശിക്ഷ ലഭിച്ചത്. കാരി ഫാർവറുടെ മൃതദേഹം ഇന്നും കണ്ടെത്തിയിട്ടില്ലെങ്കിലും ആ ഡിജിറ്റൽ പ്രേതം ഒടുവിൽ ശാന്തമായി. ഡേവ് ക്രൂപ്പ ഇന്നും ആ വലിയ ട്രോമയിൽ നിന്ന് കരകയറാൻ ശ്രമിക്കുകയാണ്. ഒരൊറ്റ തെറ്റായ തീരുമാനം അല്ലെങ്കിൽ ഒരു തെറ്റായ ബന്ധം എങ്ങനെ ഒരാളുടെ ജീവിതം തകർക്കാം എന്നതിൻ്റെ നേർസാക്ഷ്യമാണ് ഈ കേസ്. ഇതാണ് ഡേവ് ക്രൂപ്പ കേസിന്റെ യഥാർത്ഥ ചിത്രം. ഇതേപോലത്തെ ഇന്ത്യയിൽ അകത്തും പുറത്തും നടന്നതുമായ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറീസ് പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. കേൾക്കുക, അഭിപ്രായം അറിയിക്കുക.